ഞാനും വേണം കേട്ടോ. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് അല്ല, അതാണ് ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ പവർ സ്റ്റിയറിംഗ് എന്താണോ നോക്കാൻ വേണ്ടി, അതുപോലെ തന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ലൈറ്റും കീ ഓൺ ആക്കുമ്പോൾ കത്തി കിടക്കും. അപ്പം അതും നമുക്ക് നോക്കണം. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് കംപ്ലയിൻറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പവർ സ്റ്റിയറിംഗ് വർക്കായി 2 സെക്കൻഡിനകത്ത് പവർ സ്റ്റിയറിംഗ് കട്ടാവും, പിന്നെ വർക്കാവുമല്ലോ, ടൈറ്റാവും. സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് മാത്രമാണ് ഇതിന് പവർ സ്റ്റിയറിംഗ് വർക്കായി 2 സെക്കൻഡാണ് അത് കട്ടാവുന്നത്. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പം നമുക്കിത് നോക്കാം എന്താണെന്ന്. ഗൈസ്, അങ്ങനെ ഞാനിവിടെ പവർ സ്റ്റിയറിംഗ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പം വർക്കിംഗ് അല്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടായി വർക്കായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മൊഡ്യൂളും അതുപോലെ തന്നെ ഗൈസ്, അങ്ങനെ നമ്മൾ പവർ സ്റ്റിയറിംഗ് കയറ്റി അതിൻ്റെ ഹോൺ പാഡ് സെറ്റ് ചെയ്യണം. അപ്പം നമുക്കിനി ഓട്ടിച്ച് നോക്കാം. നേരത്തെ പവർ സ്റ്റിയറിംഗ് ഒട്ടും വർക്കാവില്ലായിരുന്നു. സ്റ്റാർട്ട് ചെയ്തതും അപ്പോൾ തന്നെ പവർ സ്റ്റിയറിംഗ് ടൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഫുള്ളും ഫ്രീ ആയിട്ടുണ്ട്. ഇനി ഓട്ടിച്ച് നോക്കാം. ഇതിൻ്റെ കംപ്ലയിൻറ്റ് മൊഡ്യൂളായിരുന്നു. അതുപോലെ തന്നെ മോട്ടർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മോട്ടർ ബ്രഷ്ലെസ് അല്ല, ശരിക്കും ബ്രഷ് വരാത്തൊരു ടൈപ്പാണ്, മാഗ്നറ്റിക് ടൈപ്പാണ് ഇതിൻ്റെ ഒരു മോട്ടർ. നമ്മളതെല്ലാം ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ ലൈറ്റും അണച്ചിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ലൈറ്റ് കത്തി കിടക്കായിരുന്നു ചെയ്തത്, അതിപ്പം അണഞ്ഞിട്ടുണ്ട്.